الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളും മാറ്റി തീർക്കുവാൻ അറിവിന്റെയും കഴിവിന്റെയും പരമാവധി പരിശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്ത ദീനുൽ ഇസ്ലാം എന്ന ഈ മഹത്തായ ആദർശം, ഈ ആദർശത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അവന്റെ റഹ്മത്ത് എന്നോണം ഈ ദീനിനെ സംബന്ധിച്ച് ഒരു മൊത്തത്തിലൊരു കാഴ്ചപ്പാട് കിട്ടാൻ, ആ ദീനിനെ സംബന്ധിച്ച് എളുപ്പത്തിൽ അതിൻ്റെ ഒരു ആകത്തുക പുരാസ മനസ്സിലാക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് വഴികൾ നമ്മൾക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്, ഒരുപാട് രീതികൾ സ്വീകരിച്ചിട്ടുണ്ട്, ഒരുപാട് രൂപത്തിൽ നമുക്ക് ഈ ദീനിനെ മൊത്തത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചെറിയ വാക്കുകളിൽ, ചെറിയ സന്ദർഭങ്ങളിൽ, ചെറിയ ഏതാനും ചില ഘടനകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ മൊത്തത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും. പണ്ഡിതന്മാർ, നമുക്കറിയാം, സൂറത്തുൽ ഫാത്തിഹയെ പണ്ഡിതന്മാർ ഉമ്മുൽ ഖുർആൻ എന്ന് വിളിക്കുന്നത് പോലെ ആ ഒരു സംഭവത്തെ, ആ ഒരു ഹദീസിനെ പണ്ഡിതന്മാർ ഉമ്മുസുന്ന, ഹദീസിന്റെ എല്ലാ ആശയങ്ങളും അതിലെല്ലാ പ്രധാനപ്പെട്ട മസലകളും അത് മടങ്ങുന്ന, അത് ഒരുമിച്ച് ചേരുന്ന ഹദീസായി പണ്ഡിതന്മാർ ഈ ഹദീസിനെ പഠിപ്പിച്ചു തരാറുണ്ട്. ആ ഹദീസിനെ പണ്ഡിതന്മാർ ഹദീസു ജിബ്രീൽ എന്നാണ് വിളിക്കാറ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ പെട്ട പല ആളുകളും അദബ് കേടുകൊണ്ട് ചില മോശപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യം കൊണ്ട് ചിലതിന് മറുപടി പറയും, ചിലതിന് മറുപടി പറയാൻ ദേഷ്യപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ സ്വഹാബത്തൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ, എന്ത് ചോദിക്കണം, എങ്ങനെ പെരുമാറണം എന്നറിയാതിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ അവിടേക്ക് കടന്നു വരും. വളരെ വെളുത്ത വസ്ത്രം, തൂവെള്ള വസ്ത്രം ധരിച്ച, വളരെ കറുത്ത തലമുടിയുമായി ഒരാൾ. അയാളെ ആ നാട്ടിലുള്ള, ആ മസ്ജിദിലുള്ള ഒരാൾക്കും പരിചയമില്ല, ആരും മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ മറ്റൊരു നാട്ടിൽ നിന്ന് കടന്നു വരുന്ന ഒരു യാത്രക്കാരനാണെങ്കിൽ യാത്രക്കാരനിൽ ഉണ്ടാവേണ്ട അടയാളങ്ങളൊന്നും അയാളിലില്ല. പണ്ട് കാലത്ത്, ഇന്നത്തെ കാലത്തെ യാത്ര പോലല്ല. പണ്ട് യാത്ര എന്ന് പറയുന്നത് മരുഭൂമിയോടുള്ള യാത്രയാണ്. പൊടിപടലങ്ങളും, എന്നുവെച്ചാൽ ശരീരത്തിൽ പൊടി പിടിക്കും, മുടികൾ ജട പിടിക്കും. ഒരു യാത്രക്കാരനാണെങ്കിൽ അത് അയാൾ പറയാതെ തന്നെ അറിയാൻ സാധിക്കും. അന്നത്തെ കാലത്തെ യാത്ര അങ്ങനത്തെ യാത്രയാണ്. അങ്ങനത്തെ ഒരു അടയാളങ്ങളും അയാളില്ല. അയാളുടെ വസ്ത്രം യാതൊരു പൊടി പിടിച്ചിട്ടില്ല, വൃത്തികേടുള്ള ഒന്നുമില്ല വസ്ത്രത്തിൽ, ശരീരത്തിലില്ല, മുടിയിലില്ല, ഒരു ക്ഷീണവും അയാളിലില്ല. എന്നാലോ നാട്ടുകാർക്ക് അയാളെ ആർക്കും പരിചയമില്ല. അങ്ങനത്തെ ഒരാൾ മസ്ജിദിലേക്ക് കടന്നു വരിക. കടന്നു വന്നുകൊണ്ട് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ഒരുപാട് സ്വഹാബത്ത് ഇരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, അല്ലാഹു യാ മുഹമ്മദ് അതിനു ഞാൻ മുൻപോട്ട് വരട്ടെ, താങ്കളുടെ അടുക്കലേക്ക് ഇരിക്കട്ടെ? അപ്പൊ അങ്ങനെ ചോദിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ മുന്നോട്ട് വന്നോളൂ എന്ന് പറയും. അപ്പൊ കുറച്ച് മുൻപിലേക്ക് വരും, വീണ്ടും അനുവാദം ചോദിക്കും, വീണ്ടും മുൻപിലേക്ക് വരും. അങ്ങനെ ചോദിച്ച് അവസാനം ഈ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും തൊട്ടടുത്തെത്തി.
ഹദീസിൽ കാണാം, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊടയിൽ തന്റെ കൈകൾ വെച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ കാൽമുട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാൽമുട്ടിൽ കൂട്ടിച്ചേർത്തു. അത്രയും തൊട്ടടുത്ത് അയാൾ വന്നിരുന്നിട്ട് അയാൾ ചോദിക്കണത്, യാ മുഹമ്മദ്, ആദ്യം ചോദിക്കുന്ന ചോദ്യം മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്നാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. ഇസ്ലാം എന്നാൽ അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തുകൾ നീ അംഗീകരിക്കലാണ് ഒന്നാമത്തെ കാര്യം. വ തുഖീമസ് സ്വലാത്ത്, നിസ്കാരം നിലനിർത്തലാണ്. വ തുഅ്തിയ സകാത്ത്, സകാത്ത് കൊടുത്തു വിട്ടലാണ്. വ തസൂമ റമളാൻ, നീ റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കലാണ്. വ തഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, നിനക്ക് സാധിക്കുമെങ്കിൽ ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും നിനക്ക് കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യലാണ്. ഈ 5 കാര്യങ്ങളാണ് ഇസ്ലാം കാര്യങ്ങൾ നബി പഠിപ്പിച്ചു കൊടുക്കുക. ഈ ചോദ്യം ചോദിക്കുന്നതും ഉത്തരം പറയുന്നതൊക്കെ സ്വഹാബത്ത് എല്ലാവരും കേൾക്കുന്നുണ്ട്. രണ്ടാമത് ആ വ്യക്തി ചോദിക്കുകയാണ് മൽ ഈമാൻ, എന്താണ് റസൂലെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കാര്യങ്ങൾ 6 എണ്ണി പഠിപ്പിച്ചു കൊടുക്കണം. ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഈമാൻ കാര്യങ്ങൾ 6 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ഇതൊക്കെ നമുക്ക് അറിയുന്ന വിഷയം. ഇത്രയും ചോദിച്ചിട്ട് പിന്നെ ആ വ്യക്തി ചോദിക്കുന്ന ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈമാൻ കാര്യങ്ങൾ കഴിഞ്ഞ് ഇസ്ലാം കാര്യങ്ങൾ കഴിഞ്ഞ് മൂന്നാമതാ വ്യക്തി ചോദിക്കുന്ന ചോദ്യം മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? അള്ളാഹുവിന്റെ റസൂലെ എന്താണ് ഇഹ്സാൻ എന്ന് വെച്ചാൽ, ഇസ്ലാം കാര്യങ്ങൾ പൂർത്തീകരിച്ച, ഈമാൻ കാര്യങ്ങൾ പൂർത്തീകരിച്ച ഒരാൾ പിന്നീട് പൂർത്തീകരിക്കേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ ദറജ, ഈ ദീനിന്റെ ഏറ്റവും വലിയ മർത്തബ, അതാണ് ഇഹ്സാൻ. അതാണ് വ്യക്തി ചോദിക്കും മൽ ഇഹ്സാൻ, എന്താണ് റസൂലെ ഇഹ്സാൻ എന്ന് വെച്ചാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ നീ ഇബാദത്ത് ചെയ്യാനാണ് ഇഹ്സാൻ. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ആദരിക്കുന്ന, നമ്മുടെ മനസ്സിൽ വലിയ സ്ഥാനം കൊണ്ടു നടക്കുന്ന ഒരാൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? നമ്മുടെ സംസാരം എങ്ങനെയായിരിക്കും? അല്ലേ? എല്ലാം നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുന്ന പോലെ അയാളുടെ മുന്നിൽ വെച്ച് സംസാരിക്കൂല. സാധാരണഗതിയിൽ ഇടപെടുന്നത് പോലെ അയാളുടെ മുന്നിൽ വെച്ച് നമ്മൾ പെരുമാറൂല. അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടിയാൽ, അവനെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറുമോ അതേപോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ഏറ്റവും മാക്സിമം എല്ലാ ഇബാദത്തുകളും പെർഫെക്റ്റ് ആക്കാനുള്ള പരിശ്രമത്തിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. നമ്മുടെ കഴിവിന്റെ പരമാവധി. എന്നിട്ട് പറയാണ്, അതിന് സാധിക്കുന്നില്ല ഒരാൾക്ക്, ആ രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവനെന്താ ചെയ്യേണ്ടത്? പറഞ്ഞു ഫൈലം തകുൻ തറാഹു ഫൈന്നഹു യറാക്, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അല്ലെ? നമ്മുടെ മൈൻഡിൽ ഏറ്റവും മിനിമം വേണ്ട ചിന്തയാണ്. നമുക്ക് റബ്ബിനെ കൺമുന്നിൽ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പരിശ്രമിക്കേണ്ട, എത്താൻ നമ്മൾ എഫേർട്ട് എടുക്കേണ്ട ഒരു ദറജയാണെന്ത്? റബ്ബ് എന്നെ കാണുന്നുണ്ട്, ഞാൻ അവരെ കാണുന്നില്ലെങ്കിലും എന്നെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ചിന്തയിലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? നമ്മുടെ ഇബാദത്തുകൾ പെർഫെക്റ്റ് ആക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. ഏറ്റവും മിനിമം അളവ് അതാണ്. ഇഹ്സാനിലേക്ക് ഒരാൾക്ക് എത്താൻ ഏറ്റവും മിനിമം അയാൾക്ക് വേണ്ട ക്വാളിറ്റി, എന്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്റെ റബ്ബ് എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വഅജ്സാമിക്കും, അല്ലാഹു നിങ്ങളുടെ രൂപത്തിലേക്ക് നോക്കുന്നില്ല. വലാ ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ്. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളിലുള്ളത് നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഒരു ബോധ്യത്തോടുകൂടെ നമ്മുടെ കൽബിലുള്ള കാര്യങ്ങൾ നന്നാക്കുക, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കുക, ഈ ഒരു അവസ്ഥയ്ക്കാണ് ഇഹ്സാൻ എന്ന് പറയാം. നമുക്ക് ആ രൂപത്തിലേക്ക് ആവാൻ സാധിക്കണം. എന്താണ് ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഒരു ഇഹ്സാനുള്ള ഒരാൾക്ക്
അയാൾക്ക് മാത്രമേ അള്ളാഹു മാത്രം നോക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാൻ കഴിയൂ. ഇഹ്സാനില്ലാത്ത ഒരാൾക്ക് കഴിയൂല. ഒരാൾക്ക് അവന്റെ ഈമാനും ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും ഇഹ്സാൻ എന്ന ദറജയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അയാൾക്ക് ആളുകൾ കാണുമ്പോഴല്ലാതെ നല്ല രൂപത്തിൽ ജീവിക്കാൻ കഴിയില്ല. ആൾക്കാർ കാണുമ്പോൾ നല്ല രൂപത്തിൽ ജീവിക്കും, അല്ലാതെ അള്ളാഹു മാത്രം കാണുന്നുണ്ട് എന്ന രൂപത്തിൽ ആ ഒരു സന്ദർഭത്തിൽ അവന്റെ ജീവിതത്തിൽ ഹറാമുകൾ ഒഴിവാക്കാൻ അവന് കഴിയൂല. ഇഹ്സാനുള്ള ഒരാൾക്കേ കഴിയുള്ളൂ. അവന്റെ ജീവിതത്തിൽ വാജിബുകൾ പൂർത്തീകരിക്കാൻ കഴിയൂല. ഇഹ്സാനുള്ള ഒരാൾക്കേ കഴിയുള്ളൂ. ഇഹ്സാൻ ഇല്ലാത്ത ആളുകൾക്ക് കഴിയും. എപ്പോ? ആളുകൾ നോക്കുമ്പോൾ. പരസ്യമായ ജീവിതത്തിൽ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, മസ്ജിദുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അങ്ങാടികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു സദസ്സുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ പെരുമാറാൻ കഴിയും, നല്ല സംസാരം സംസാരിക്കാൻ കഴിയും, ഹറാമുകൾ വിട്ടു നിൽക്കാൻ കഴിയും. പക്ഷേ ഇഹ്സാനുള്ള ഒരാൾക്ക് മാത്രമേ ഒറ്റയ്ക്കാകുമ്പോൾ, ഒരാളും നോക്കാത്തപ്പോൾ, ആരും വിലയിരുത്താനില്ലാത്തപ്പോഴും ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇഹ്സാൻ ഇല്ലാത്ത ഒരാൾക്ക് കഴിയൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഖിയാമത്ത് നാൾ ചില ആളുകൾ കടന്നു വരും. അവർ തിഹാമ പർവ്വതം കണക്കെ, വലിയ പർവ്വതമാണ് തിഹാമ പർവ്വതം. ആ പർവ്വതത്തിന്റെ അത്രയും വലിപ്പത്തിൽ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട്. കുറെ നിസ്കരിച്ചിട്ടുണ്ട്, കുറെ നോമ്പെടുത്തിട്ടുണ്ട്, കുറെ സദഖ നൽകിയിട്ടുണ്ട്, കുറെ ഇബാദത്തുകളുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അമലുകളെ മുഴുവൻ പൊളിച്ചു കളയും, ചിതറിത്തെറിക്കുന്ന ധൂളികൾ പോലാക്കി തരും. സ്വഹാബത്തെ പേടിച്ചിട്ട് ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലെ സിഫ്ഹും ലന വജല്ലിഹിം ലന യാ റസൂലല്ലാഹ്, അവരാരാണ് റസൂലെ, എങ്ങനെയുള്ളവരാണ് അവർ, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും വിശദീകരിച്ചു തന്നാലും. പിന്നെ വിശ്വാസം പറഞ്ഞെന്താണെന്നറിയോ? അവർ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരെന്നെ, നിങ്ങൾക്കിടയിൽ അവരുണ്ട്. നിങ്ങൾ നിസ്കരിക്കുന്ന പോലെ അവർ നിസ്കരിക്കും, നിങ്ങൾ നോമ്പെടുക്കുന്ന പോലെ അവർ നോമ്പെടുക്കും, നിങ്ങൾ ചെയ്യുന്ന മറ്റ് ഇബാദത്തുകളൊക്കെ അവർ ചെയ്യും. വലാകിൻ, പക്ഷേ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളുമായി അവർ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ അവർക്കതിന് യാതൊരു പ്രാധാന്യം കൊടുക്കില്ല. യഥേഷ്ടം നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് പതറി നമ്മൾ മാനസികമായി വീക്ക്നെസ് കൊണ്ട് അതിൽ വീണു പോകുന്നവരെ പറ്റിയിട്ടല്ല പറയുന്നത്. അവരൊരു ചാൻസ് നോക്കിയിരിക്കുകയാണ്. ഈ ഹറാമ് ചെയ്യാൻ ആളുകളില്ലാത്ത ഈ ഒരു ചാൻസ് കിട്ടിയിട്ട് വേണം ഈ ഹറാമ് ചെയ്യാൻ എന്ന ചാൻസ് നോക്കി നടക്കുന്ന, മനസ്സിൽ ആ തിന്മ ചെയ്യാനുള്ള പ്ലാനുമായി നടക്കുന്ന ആളുകൾ, ആ ആളുകളെ പറ്റി അള്ളാഹ് പറഞ്ഞത് അവരുടെ അമലുകൾ മുഴുവൻ അള്ളാഹു പൊളിച്ചു കളയും. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും ആയിക്കൂടാ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇസ്ലാം കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ടെങ്കിൽ, ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവൻ അടുത്ത പടിയായി ഇഹ്സാനിലേക്ക് എത്താൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് പിന്നീട് ഈ കടന്നു വന്ന ആൾ അവസാനം അടുത്ത ചോദ്യം ചോദിക്കുന്ന, 4ാമത്തെ ചോദ്യം അയാൾ ചോദിക്കുന്നത് മതസ്സാഅ, അല്ലാഹുവിന്റെ റസൂലേ, ഈ ലോകം അവസാനിക്കുന്നത്, എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ആ ദിവസം അതെപ്പോഴാണ് റസൂൽ? അതിന്റെ ഡേറ്റ് എപ്പോഴാണ്? അതിന്റെ തീയതി എപ്പോഴാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, മൽ മസ്ഊലു അൻഹാ അഅലമ മിനസ് സാഇൽ, ചോദിച്ച താങ്കൾക്ക് ഇത് അറിയാത്തതുപോലെ തന്നെ ചോദിക്കപ്പെട്ട എനിക്കും അതിനെപ്പറ്റി അറിയില്ല. ചോദിച്ച താങ്കൾക്ക് അതിനെപ്പറ്റി അറിയുകയില്ല എന്നതുപോലെ തന്നെ ചോദിക്കപ്പെട്ട എനിക്കും അതിനെപ്പറ്റി അറിയില്ല. ആരാ നമ്മൾ ശ്രദ്ധിക്കണം? ആരാ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് എപ്പോഴാണ് ലോകം അവസാനിക്കുക എന്ന് അദ്ദേഹത്തിന് അറിയൂല. നിങ്ങൾക്കറിയോ, ഈ കാഹളത്തിൽ ഊതും, ഇസ്രാഫീൽ എന്ന മലക്ക് കാഹളത്തിൽ ഒരു ഊത്തും. ആ ഊത്തിന്റെ ശബ്ദത്തിന്റെ കാഠിന്യം കാരണത്താൽ, സ്ട്രെങ്ത് കാരണത്താലാണ് ഈ ലോകം മുഴുവൻ ഒടിഞ്ഞു പോവാം, തകർന്ന് തരിപ്പണമാവും. ആ ഊതുന്ന മലക്കിന് പോലും അറിയില്ല എപ്പോഴാ ഊതണ്ടെന്ന്. അല്ലേ? ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു പറയാണ്, ഈ മലക്ക്, ഇസ്രാഫീൽ എന്ന മലക്ക്, അത് ആ കാഹളത്തിനെ തന്റെ ചുണ്ടോട് അടുപ്പിച്ചു വെച്ചിട്ടുണ്ട്, ചെവി കൂർപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റബ്ബിന്റെ കൽപ്പന വന്നേക്കാം എന്ന രൂപത്തിൽ റെഡിയായി ഒരുങ്ങി നിൽക്കുകയാണ്. ആ മലക്കിന് പോലും അറിയില്ല എപ്പോഴാണ് അത് ഊതേണ്ടത്. അള്ളാഹ് കൽപ്പിച്ചാൽ ഊതും. എന്ന് വെച്ചാൽ ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക, അല്ലെങ്കിൽ അതുപോലത്തെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇതൊന്നും ആർക്കും അറിയുകയില്ല. അല്ല, അള്ളാഹ് പറഞ്ഞു, കുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി
വമൻ ഫിൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. റസൂലേ, താങ്കൾ പറയുക, ആകാശങ്ങളിലുള്ളവരാവട്ടെ ഭൂമിയിലുള്ളവരാവട്ടെ ഗൈബായി മറിഞ്ഞിരിക്കുന്ന അള്ളാഹു മറച്ചു വെച്ചൊരു കാര്യം അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും അറിയുകയില്ല. ആർക്കും അറിയുകയില്ല. നിങ്ങൾക്കറിയില്ല, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു ഘട്ടമായിരുന്നു സ്വന്തം ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നേരിൽ മുനാഫിക്കുകൾ വ്യഭിചാരാരോപണം ഉന്നയിച്ച സന്ദർഭം. നിങ്ങൾക്കൊക്കെ അറിയുന്ന ചരിത്രം. ആ വ്യഭിചാരാരോപണം മദീനയിൽ സ്പ്രെഡായപ്പോ മുസ്ലിമീങ്ങളിൽപ്പെട്ട പല ആളുകൾ പോലും അത് പറഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഹഖീഖത്ത് അറിയാതെ, അതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയോ ദിവസങ്ങൾ അദ്ദേഹം വിഷമിച്ച് കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല എന്താണ് ഇതിന്റെ ഹഖീഖത്ത് എന്നുള്ളത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അവതരിപ്പിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാകുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ആ കാര്യവുമായി ഒരു ബന്ധവുമില്ലാത്ത സ്ത്രീയാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാകുന്നത് അള്ളാഹു വഹി ഇറക്കുന്ന സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും വഹി അറിയാൻ കഴിയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ കടന്നു വന്ന വ്യക്തിയോട് പറയുന്നത് എന്താ? മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സാഇൽ. ചോദിച്ച താങ്കൾക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുപോലെ ചോദിക്കപ്പെട്ട എനിക്കും അതിനെപ്പറ്റി അറിയില്ല. ഇത്രയും പറഞ്ഞപ്പോ ആ കടന്നു വന്ന വ്യക്തി അവസാനമായി ചോദിക്കുന്ന ചോദ്യം, 5ാമത്തെ ചോദ്യം എന്താണെന്ന് അറിയുമോ? ഈ ഖിയാമത്ത് നാളെ നടക്കുന്ന അതിന്റെ കൃത്യമായ ഡേറ്റ് അറിയില്ലെങ്കിൽ താങ്കൾ എന്ത് ചെയ്യണം? അത് നടക്കാൻ പോകുന്നു, സംഭവിക്കാനായിട്ടുണ്ട് എന്നറിയിക്കുന്ന അടയാളങ്ങളെ പറ്റി എനിക്ക് പഠിപ്പിച്ചു തരണം. ചില അടയാളങ്ങളുണ്ട്. ഖിയാമത്ത് നാൾ നമുക്ക് കൃത്യമായി ഇന്ന ദിവസമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അത് ആവാനായിട്ടുണ്ട്, നടക്കാനായിട്ടുണ്ട് എന്നറിയിക്കുന്ന അടയാളങ്ങളെ പറ്റി താങ്കൾ എന്ത് ചെയ്യണം? എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ഒന്നാമത് പറയുന്നത് അൻ തലിദൽ അമതു റബ്ബതഹ. അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കലാണ്. അടിമ സ്ത്രീ എങ്ങനെ യജമാനത്തെ പ്രസവിക്കുക? പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഒരുപാട് വിശദീകരണങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, സ്വന്തം മക്കൾ ജനിപ്പിച്ച സ്വന്തം മാതാപിതാക്കളെ ഉടമകൾ അടിമകളോട് പെരുമാറുന്നത് പോലെ, ഇടപഴകുന്നത് പോലെ മക്കൾ മാതാപിതാക്കളോട് പെരുമാറുന്ന ഒരു കാലഘട്ടം വരും എന്നതാണ് അതിന്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം. അതൊന്നാമത്തെ അടയാളം. പിന്നെ പറയുന്ന 2ാമത്തെ അടയാളം വാൻ തറൽ ഹുഫാതൽ ഉറാതൽ ആല റിആ അശ്ശാഇ യതതാവലൂന ഫിൽ ബുനിയാൻ. ശ്രദ്ധിക്കണം. ഉസ്താദ് പറഞ്ഞ 2ാമത്തെ അടയാളം, ചെരുപ്പ് ധരിക്കാനില്ലാത്ത, വസ്ത്രം ധരിക്കാനില്ലാത്ത, അവർക്ക് സമ്പത്തായി കുറച്ച് ആടുകൾ മാത്രമുള്ള അത്രയും ദരിദ്രന്മാരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ അവരെന്ത് ചെയ്യും? കെട്ടിടങ്ങൾ ഉയരം കൂട്ടുന്നതിൽ, ഏറ്റവും കൂടുതൽ ഹൈറ്റ് ആക്കുന്നതിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു കാലഘട്ടം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാം. അല്ലെ, ഇന്നത്തെ കാലത്ത് നമ്മൾ കൺമുന്നിൽ കാണുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള കെട്ടിടം ഉണ്ടാക്കിയത് ഈ നാട്ടിലാണെങ്കിൽ തൊട്ടടുത്തുള്ള നാട്ടുകാർ അതിനേക്കാൾ ഹൈറ്റ് കൂടിയ കെട്ടിടം ഉണ്ടാക്കാൻ മത്സരിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാഴ്ചയാണ്. ഈ ആളുകളുടെ അവസ്ഥ ഒരു 100 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. വസ്ത്രമില്ലാതെ, ചെരുപ്പ് ധരിക്കാനില്ലാതെ, സാമ്പത്തികമായി വളരെയധികം പിന്നോട്ട് നിന്നിരുന്ന ഒരു വിഭാഗമായിരുന്നു അവർ. അവർ ഇപ്പോൾ പരസ്പരം ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള കെട്ടിടം ഉണ്ടാക്കാൻ പരസ്പരം മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഖിയാമത്ത് നാൾ ആകാനായി എന്നറിയിക്കുന്ന ഒരു അടയാളമായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാനും ജീവിതത്തിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുവാനും നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. നമ്മൾ പറഞ്ഞു വന്നത് ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സന്ദർഭത്തെ സംബന്ധിച്ചാണ്. അതിൽ ഈ വ്യക്തി കടന്നു വന്ന ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കൊടുത്ത ആ അടയാളങ്ങൾ അത് ഇന്ന് അങ്ങനെ തന്നെ എന്ത് ചെയ്യാം, അതേപോലെ തന്നെ പകൽ വെളിച്ചം പോലെ പുലരുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കേ, ഒരു സാധാരണ മനുഷ്യന് എഴുത്തും വായനയും അറിയാത്ത ഒരു ആട്ടിടയൻ, ഒരു കച്ചവടക്കാരൻ ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഉപകരണങ്ങളും ഇല്ലാതെ, ഒരു സയൻസിന്റെ അധ്യാപനങ്ങളും ഇല്ലാതെ, അതിന്റെ ഒന്നും സഹായം കൂടാതെ എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ഒരു കാര്യം ഇത്രയും കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ സാധിക്കുക? അത് അള്ളാഹുവിന്റെ വഹി കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. അല്ലെ? എത്ര കാര്യങ്ങൾ വിശാലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോന്നും അത് വളരെ കൃത്യമായി അങ്ങനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി പുലർന്നിട്ടുണ്ട്. അല്ലെ? വിശാലം പഠിപ്പിച്ചെന്നൊരു കാര്യമാണെന്ത്, ഖിയാമത്ത് നാൾ അടുക്കാറാകുമ്പോൾ കൊലപാതകം വർദ്ധിക്കും. കൊലപാതകം വർദ്ധിക്കും. എത്രത്തോളം വർദ്ധിക്കും? ഹദീസിൽ പഠിപ്പിച്ചിരുന്ന കാണാൻ ശ്രദ്ധിക്കണം. കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് കൊല്ലുന്നതെന്ന്, കൊല്ലപ്പെടുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് കൊല്ലപ്പെടുന്നതെന്ന്. അത്രയധികം കൊലപാതകങ്ങൾ വർദ്ധിക്കും ഖിയാമത്ത് നാൾ അടുക്കാറാകുമ്പോൾ. ഇതിന് വിശ്വാസം ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഇങ്ങനെ എന്തെല്ലാം വിശ്വാസം പഠിപ്പിച്ചെന്ന ഓരോരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഓരോന്നും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ച. മറ്റൊരു ഹദീസിൽ കാണാം, ഖിയാമത്ത് നാൾ ആകാറാകുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, അറിവുള്ള ആളുകളെ ഓരോരുത്തരായി മരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ജനങ്ങൾക്കിടയിൽ അറിവുള്ള ആളുകൾ ആരും ബാക്കിയാകാത്ത അവസ്ഥ വരും. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യും, അറിവില്ലാത്ത ജാഹിലുകളെ അവരുടെ നേതാക്കന്മാരെ നിശ്ചയിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഈ ജനങ്ങൾ ഈ ജാഹിലുകളോട് ദീനിന്റെ വിഷയങ്ങൾ ഫത്വ ചോദിക്കും. അവർ ഫത്വ കൊടുക്കും. അങ്ങനെ അവരും വഴിപഴയ്ക്കും, മറ്റുള്ളവർ വഴി പഠിപ്പിക്കുകയും ചെയ്യും എന്നതിന്റെ വിശ്വാസം പഠിപ്പിച്ചാണ്. അതൊന്നും വളരെയധികം വ്യാപകമായി കാണാൻ സാധിക്കും. അല്ലെ? സോഷ്യൽ മീഡിയകളിലൊക്കെ എന്ത് ദീനിന്റെ വിഷയങ്ങളിൽ സംസാരിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ആളുകളെ, ജാഹിലുകളെ ആയിരക്കണക്കിന് നമുക്ക് കാണാൻ സാധിക്കും. ദീനിൽ ഒരു അറിവും ഉണ്ടാവില്ല, പക്ഷെ ദീനിന്റെ വിഷയങ്ങൾ സംസാരിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത, പേടിയുമില്ലാത്ത ധാരാളം ആളുകളെ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും വിശ്വാസം ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലേ? സംസാരിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ഹദീസിൽ പഠിപ്പിച്ചതല്ലേ? മൊബൈൽ ഫോണുകൾ നമ്മൾ എവിടെ വെക്കുക, സൂക്ഷിക്കുക എവിടെ? ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വിശ്വാസം പഠിപ്പിച്ചെന്ന ഓരോരോ വിഷയങ്ങൾ അത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ജനങ്ങൾക്കൊരു കാലഘട്ടം വരും, അന്ന് ജനങ്ങൾ എന്ത് ചെയ്യില്ല, മുമ്പ് കണ്ട് പരിചയമുള്ള ആളുകളോടല്ലാതെ സലാം പറയൂല. ഖിയാമത്ത് നാൾ അടയാളമായിട്ട് പഠിപ്പിച്ചെന്ന ഒരു മുസ്ലിം ആണെന്ന് അറിയാം, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന കണ്ടാൽ പോലും മുമ്പ് കണ്ട് പരിചയമുണ്ടെങ്കിൽ അല്ലാതെ സലാം പറയാത്തൊരു കാലഘട്ടം ജനങ്ങൾക്ക് വരും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് പഠിപ്പിച്ചെന്ന. ഇന്ന് എത്ര പേരുണ്ട് ഒരു മുസ്ലിം ആണെന്നറിഞ്ഞാൽ കണ്ട് പരിചയമില്ലെങ്കിൽ പോലും സലാം പറയുന്ന ആളുകൾ ഇന്ന് വളരെ കുറവാണ്, പറയൂല. അത് ഖിയാമത്ത് നാൾ അടയാളമായി നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചതാണ്. ഇങ്ങനെ എത്ര കാര്യങ്ങൾ, ചെറുതും വലുതുമായ ധാരാളം വിഷയങ്ങൾ നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, ഈ ചെറിയ അടയാളങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു സന്ദർഭമെത്തും. ആ സന്ദർഭത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു മാലയുടെ മുത്തുകൾ പൊട്ടിക്കുന്ന ഹദീസിൽ പറയാം. ഒരു മാലയുടെ മുത്തുകൾ പൊട്ടിച്ചാൽ എങ്ങനെയാണോ ഓരോരോ മുത്തുമണികളായി ഉതിർന്നു വീഴുക, അതുപോലെ വളരെ പെട്ടെന്ന് ചില അടയാളങ്ങൾ, 10 അടയാളങ്ങൾ വരാനുണ്ട്. ദജ്ജാലിനെ പോലെ, മഹ്ദിയെ പോലെ, ഈസാ നബിയെ പോലെ 10 അടയാളങ്ങൾ തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് വരാനുണ്ട്. അത് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ലോകം അവസാനിക്കും. പിന്നെ അധികം കാലഘട്ടം ഉണ്ടാവും, വളരെ വേഗത്തിൽ ലോകം അവസാനിക്കും. അത്തരം അടയാളങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ലോകം അവസാനിക്കാനായിട്ടുണ്ട്. ലോകാവസാനത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ നാം ഓരോരുത്തരും ജീവിക്കുന്നു. ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ആ കടന്നു വന്ന വ്യക്തി അവിടെ നിന്ന് എന്ത് ചെയ്യണം, എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ എഴുന്നേറ്റ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്, ആ ചോദിച്ച വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. ഇങ്ങോട്ട് തന്നെ മടക്കി കൊണ്ടുവരാൻ സ്വഹാബത്തിനോട് കൽപ്പിക്കുകയാണ്. സ്വഹാബത്ത് നാനാ ദിക്കുകളിലേക്കും 4 മൂലകളിലേക്കും പോയി എല്ലാ ഭാഗങ്ങളിലും അന്വേഷിച്ചിട്ടും ഈ കടന്നു വന്ന വ്യക്തിയെ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരും നിരാശരായി മടങ്ങി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്, അത് ജിബ്രീലാണ്. അതാകും യുഅല്ലിമുകും അംറ ദീനികും,
അദ്ദേഹം വന്നത് നിങ്ങൾക്ക് നിങ്ങൾ ദീനിനെ പറ്റി പഠിപ്പിച്ചു തരാൻ. ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ വന്ന് ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് അതിന്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് ഇത് മൊത്തം സ്വഹാബത്ത് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്വഹാബത്ത് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും കേട്ട് നിങ്ങളുടെ ദീനിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കാനാണ് ഈ ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാൻ പറഞ്ഞതിനാണ്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ മടിച്ചു നിന്നപ്പോ നമുക്ക് നമ്മുടെ ദീനിനെ പറ്റി പഠിപ്പിച്ചു തരാൻ അള്ളാഹു ജിബ്രീലിനെ മനുഷ്യരൂപത്തിൽ അയക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രത്തോളം നമുക്ക് ഈ ദീനിനെ ഖുർആനിന്റെ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും വ്യക്തമാക്കി തന്നിട്ടുണ്ട്. വളരെ വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ പറ്റി അല്ലെങ്കിൽ ഹദീസുകളെ പറ്റി അവന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ അവൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ആയാത്തിൻ മുബയ്യിന. വളരെ വ്യക്തമായി, വളരെ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്. ഈ കിതാബിൽ അതിൽ യാതൊരു ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ ശ്രദ്ധിക്കണം, ഇത്രയും ക്ലിയറായി വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ദീനിനെ പറ്റി പഠിപ്പിച്ചു തരുന്നത് നമ്മൾക്ക് ഈ ദീൻ എന്നുള്ളത് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ദീനിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരിക്കലും നരകത്തിലേക്ക് എത്താതിരിക്കാൻ റബ്ബിന് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്. നമ്മളോട് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് അങ്ങേയറ്റം റഹ്മത്തുള്ളത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ ഒരു സന്ദർഭത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തടവുകാരെ പിടിച്ചു കെട്ടിയിട്ടുള്ള സന്ദർഭമാണ്. അവിടെ ഒരുപാട് യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഒരുപാട് ആളുകളുണ്ട് അവിടെ. അതിലൊരു സ്ത്രീ എന്ത് ചെയ്യണം, വളരെ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായാണ്. വളരെ വേഗത്തിൽ സ്വഹാബത്തൊക്കെ കാണുന്നുണ്ട് അവരുടെ ഓട്ടം. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ കുറെ നേരം ഓടി അവസാനം എന്ത് ചെയ്യണം, അവരുടെ കാണാതായ കുട്ടിയെ എവിടെന്നോ കിട്ടുകയാണ്. ഈ സ്ത്രീ ഓടിച്ചെന്ന് ആ കുട്ടിയെ വാരിപ്പുണർന്ന് മാറോടണച്ച് അവരെന്ത് ചെയ്യണം, ആ സ്ത്രീ ആ കുട്ടിക്ക് പാല് കൊടുക്കണം. സ്വഹാബത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തൊക്കെ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ സ്ത്രീ ഈ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല റസൂൽ, ഒരിക്കലും അവർ വലിച്ചെറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ സ്ത്രീക്ക് ഈ കുട്ടിയോടുള്ള റഹ്മത്തിനേക്കാൾ നിങ്ങളോട് റഹ്മത്തുള്ളതാണ് നിങ്ങളുടെ റബ്ബ്. ഈ സ്ത്രീക്ക് ഈ കുട്ടിയോടുള്ള റഹ്മത്തിനേക്കാൾ നിങ്ങളോട് റഹ്മത്തുള്ളവരാണ് നിങ്ങളുടെ റബ്ബ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ വെറുതെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമില്ല. നമ്മൾ നരകത്തിലേക്ക് എത്താതിരിക്കാനുള്ള എല്ലാ വഴികളും റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വഴിയാണ് നമുക്ക് ദീൻ എന്നുള്ളത് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ദീൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിക്കാനും അമലാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും സിമ്പിളാക്കി പഠിപ്പിച്ചത്. ഇന്ന ദീന യുസ്റുൻ, ദീൻ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. അല്ലെ? നിങ്ങളും ചിന്തിച്ചു നോക്കി, നമുക്കറിയാം ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണമുണ്ട്. നമ്മളൊരു മുസ്ലിമായ ഒരു വാപ്പാന്റെ ഉമ്മാന്റെ മകനായി ജനിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒന്നാമത്തെ ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് നമ്മൾ ചൊല്ലേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ട്? ഇല്ല. ഒന്നാമത്തത് കഴിഞ്ഞു. നമ്മൾക്ക് സമ്പത്തില്ല, സാമ്പത്തികമായി വലിയ കഴിവില്ലാത്ത ആളുകൾ നമുക്ക് സക്കാത്ത് നിർബന്ധമാവൂല. ശാരീരികമായി കഴിവില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മൾക്ക് നോമ്പ് നിർബന്ധമാവൂല. സമ്പത്തും അതുപോലെ തന്നെ ആരോഗ്യവും ഇല്ലെങ്കിൽ നമുക്ക് ഹജ്ജ് നിർബന്ധമാവില്ല. നമുക്ക് ആകെ ഒരു മുസ്ലിം ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായി കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം, നിസ്കാരം മാത്രം. നിസ്കരിച്ചാൽ മതി, നമ്മൾ മുസ്ലിം ആവണം. സമ്പത്തില്ലാത്ത, ആരോഗ്യമില്ലാത്ത, സാധാരണ 90% ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ്. സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് സക്കാത്ത് നിർബന്ധമാവൂല, ഹജ്ജ് നിർബന്ധമാവൂല. പിന്നെ കുറെ ആളുകൾ ആരോഗ്യമില്ലാത്ത ആളുകളുണ്ട്, വളരെയധികം പ്രായമെത്തിയ ആളുകൾ, അല്ലെങ്കിൽ വളരെയധികം പ്രയാസമുള്ള രോഗം ബാധിക്കുന്ന ആളുകൾ. അവർക്ക് നോമ്പ് നിർബന്ധമാവൂല. നമ്മൾ ചിന്തിക്കണം, നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് കൃത്യമായി എപ്പോഴും മുറുകെ പിടിക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിസ്കാരം. ആ നിസ്കാരം തന്നെ നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരിക്കാം, ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കിടക്കാം. വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ വെള്ളമില്ല, വെള്ളം ഉപയോഗിച്ച രോഗം കൂടും, പ്രയാസമുണ്ട്, തയമ്മും ചെയ്യാം.
കിബില അറിയില്ലെങ്കിൽ കിബില അറിയാൻ നിസ്കരിക്കാം. യാത്രയിലാണ്, പ്രയാസമുണ്ട്, 4 റക്അത്ത് 2 റക്അത്തായി നിസ്കരിക്കാം. 2 വഖത്തായി നിസ്കരിക്കാൻ പ്രയാസമുണ്ട്, 1 വഖത്തിൽ 2 കൂടി ചേർത്ത് നിസ്കരിക്കാം. ഇത്രയും എളുപ്പങ്ങൾ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. യുദ്ധത്തിലാണെങ്കിൽ വാഹനപ്പുറത്ത് നിസ്കരിക്കാം, വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിസ്കരിക്കാം, നടന്നുകൊണ്ട് നിസ്കരിക്കാം, ഓടിക്കൊണ്ട് എത്ര എളുപ്പങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ റബ്ബ് നമ്മളോട് കൽപ്പിച്ചത് ഈ നിസ്കാരം കൃത്യമായി കാത്തുസൂക്ഷിക്കാനാണ്. ഒരിക്കലും വിട്ടുകളയരുത്. ഇത്രയും എളുപ്പങ്ങൾ റബ്ബ് നൽകിയിട്ട് നമ്മൾ റബ്ബിനോട് എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നത്? നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ കഴിയാൻ? നമുക്ക് കഴിയാതിരിക്കാൻ പ്രയാസമാകുന്ന ഒരു കാര്യം റബ്ബ് നിസ്കാരത്തിൽ നിശ്ചയിച്ചിട്ടില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഈ നിസ്കാരം പൂർത്തീകരിക്കാൻ കഴിയും. അത്ര എളുപ്പമായി റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പൂർത്തീകരിക്കാതെ റബ്ബിന്റെ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ന്യായീകരണം റബ്ബിന്റെ അടുക്കൽ പറയാൻ കഴിയില്ല. നിസ്കാരം പഠിപ്പിക്കുന്നില്ലേ, ഒരാൾ നിസ്കാരം കാത്തു സൂക്ഷിക്കാത്തവനാണെങ്കിൽ അവൻ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ഫിർഔനിന്റെ ഒപ്പവും ഹാമാനിന്റെ ഒപ്പവും ഖാറൂന്റെ ഒപ്പമായിരിക്കും. നിസ്കരിക്കാത്തൊരുത്തൻ അവൻ മുസ്ലിമാണെന്ന് പേര് പറഞ്ഞാലും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അള്ളാഹുവിന്റെ ശത്രുക്കളുടെ ഒപ്പമായിരിക്കും. ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അവനാകെ കൽപ്പിക്കപ്പെടുന്ന നിസ്കരിക്കാൻ. അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാ, നമുക്കും അവർക്കും ഇടയിൽ വ്യത്യാസം, ഒരേ ഡിഫറൻസ് നിസ്കാരം. ഫമൻ തറകഹാ ഫഖദ് കഫർ, ആരാണോ അത് ഒഴിവാക്കുന്നത് അവൻ കാഫിറാണ്, മുസ്ലിമല്ല. ഒരാൾ നിസ്കരിക്കുന്നില്ല, മുസ്ലിമാണ്, നിസ്കരിക്കുന്നില്ല, പള്ളിയിൽ പോകുന്നത് ജുമുഅക്കോ പെരുന്നാളിലോ മാത്രം, അവൻ മുസ്ലിമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. ആകെ നമ്മൾ റബ്ബ് കൽപ്പിച്ച് നിസ്കരിക്കണം. ആ നിസ്കാരം പോലും നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ മുസ്ലിമാണെന്ന് പറയാം? നമുക്ക് വേറൊന്നും റബ്ബ് നിർബന്ധമായി കൽപ്പിച്ചിട്ടില്ല. ആകെ ഏൽപ്പിച്ചത് ഇതാണ്. അതെങ്കിലും നമ്മൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെങ്ങനെ നമ്മളെ സ്വയം മുസ്ലിം എന്ന് പരിചയപ്പെടുത്താം? ഒരിക്കലും മുസ്ലിം ആവൂല. വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമുക്ക് റബ്ബിനോട് പാലിക്കേണ്ട കടമകളിൽ തൗഹീദ് കഴിഞ്ഞാൽ, ഈമാൻ കഴിഞ്ഞാൽ ഒന്നാമത്തെ കടമ നിസ്കാരമാണ്. പഠിപ്പിച്ച അവ്വലുമാ യുഹാസബു അലൈഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്വലാ, ഒരു അടിമ ആദ്യമായി ഖിയാമത്ത് നാളിൽ വിചാരണ ചെയ്യപ്പെടാം. നിങ്ങളോട് ആദ്യം റബ്ബ് ചോദിക്കാൻ നിസ്കാരത്തെ പറ്റി. തൗഹീദുള്ള ഈമാനുള്ള ആളുകളോട് റബ്ബ് ഒന്നാമത് ചോദിക്കാൻ നിസ്കാരത്തെ പറ്റി. നിസ്കാരം ക്ലിയർ ആണ്, നിസ്കാരത്തിന്റെ ഹിസാബ് ഓക്കെ ആണെങ്കിൽ ബാക്കിയൊക്കെ റബ്ബ് വിട്ടുതരും, പുറത്തു തരും. ബാക്കിയൊക്കെ സിമ്പിളാണ്. നിസ്കാരം പ്രയാസമാണെങ്കിൽ, അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവന് ബാക്കിയൊക്കെ പ്രയാസമായിരിക്കും. നിസ്കാരത്തിന്റെ വിഷയം നമുക്ക് റബ്ബിനെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് ഇന്ന നിസ്കാരം നിസ്കരിക്കാതിരുന്നത് എനിക്ക് ഇത്രയും ലോകമുള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയില്ല, കിടന്ന് നിസ്കരിച്ചു, പൊതുവെടുത്തില്ല, തയമ്മം ചെയ്തു. അങ്ങനെ നമുക്ക് ഓരോരോ നിസ്കാരങ്ങളും റബ്ബിനോട് എണ്ണി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കണം. അല്ലാത്തവർ നഷ്ടക്കാരാണ്, അവർക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ വളരെയധികം നമ്മൾ എന്ത് ചെയ്യാം? റബ്ബിന്റെ ദീനെ പറ്റി കൃത്യമായി മനസ്സിലാക്കുക. നിസ്കരിക്കാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ റബ്ബിന്റെ അടുക്കൽ മുസ്ലിമായി പരിഗണിക്കപ്പെടുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ദീനെ പറ്റി കൃത്യമായി പഠിച്ചു മനസ്സിലാക്കാൻ, റബ്ബ് നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ബാധ്യതകൾ അതെല്ലാം കൃത്യമായി പൂർത്തീകരിക്കാൻ റബ്ബ് സുബ്ഹാനഹു നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ജീവിതത്തിൽ പറ്റിപ്പോയ അബദ്ധങ്ങൾ, അപാകതകൾ അത് റബ്ബ് സുബ്ഹാനഹു നമുക്ക് ഓരോരുത്തർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുകയും ഇനിയുള്ള ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് നയിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ ഇവിടെ ഒരുമിച്ച് ചേർത്തതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും, നമ്മുടെ ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ നാട്ടിലും മറ്റു പല നാടുകളിലുമായിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ